ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ മൊഡ്യൂളാണ് മൊഡ്യൂളിൽ നെക്സ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ആരംഭിക്കുന്നത്. പ്രൊസീജിയർ ഫോർ അസസ്മെൻറ്റ് ഓഫ് ടാക്സ്. അതിന് പ്രധാനമായിട്ട് വേണ്ടത് ടൈപ്സ് ഓഫ് റിട്ടേൺ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കുന്നതിന് മുമ്പ് അത് അസസ് ചെയ്യുന്നത്, അതായത് ഇൻകം ടാക്സ് അതോറിറ്റി അതിനെ കണക്കാക്കൂല, അസസ് ചെയ്യൂലേ, ആ അസസ്മെൻറ്റ് നടത്തുന്ന പ്രൊസീജിയർ. ഒന്നാമത്തെ ഈ 4 പ്രൊസീജിയറാണ് നമുക്ക് പഠിക്കാൻ നോക്കാനുള്ളത്. ഫസ്റ്റത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഫയലിംഗ് ദ റിട്ടേൺ ഓഫ് ഇൻകം ടാക്സിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യണം. റിട്ടേൺ എന്ന് പറഞ്ഞാൽ ദ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ ഇൻകം, വട്ട് എവർ ബി ദ ഇൻകം ആൻഡ് ദ എക്സ്പെൻസസ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ആ വർഷം കിട്ടിയിരിക്കുന്ന ഇൻകവും അതുമായി റിലേറ്റ് ചെയ്ത് ഡിഡക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കൂടി കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ റിട്ടേൺ എന്ന് പറയാം. അത് റിട്ടേൺ ഫയൽ ചെയ്തിട്ട് എന്ത് ചെയ്യും? രണ്ടാമത്തെ സ്റ്റെപ്പ് അസസിയുടെ ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യും. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഇൻകം ടാക്സ് അതോറിറ്റിയാണ്. അസസിയുടെ ടാക്സബിൾ ഇൻകം അവർ കമ്പ്യൂട്ട് ചെയ്യും, സ്ലാബ് റേറ്റ് വെച്ചിട്ട് കമ്പ്യൂട്ട് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റേജിൽ എന്ത് ചെയ്യും? ആ ടോട്ടൽ ടാക്സബിൾ ഇൻകത്തിൽ എത്ര രൂപയാണ് അയാളെ ടാക്സ് അടയ്ക്കാനുള്ളതെന്ന് നമ്മൾ കണക്കാക്കുക. അതാണ് ഡിറ്റർമിനേഷൻ ഓഫ് സം പേയബിൾ ബൈ ദ അസസി എന്ന് പറയുക. ലാസ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്യും? ഇപ്പോൾ എത്ര രൂപ ടാക്സ് അടയ്ക്കാനുണ്ട് അല്ലെങ്കിൽ എന്ന് കണ്ടെത്തിയാൽ അതിൻ്റെ ബേസിൽ ഓർഡേഴ്സോ നോട്ടീസോ അയയ്ക്കുക. ഇന്ന രൂപ നിങ്ങൾ അടയ്ക്കാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇത് സ്പെസിഫൈ ചെയ്തോട്ട് അസസിക്ക് നോട്ടീസ് അയയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ഇൻകം ടാക്സ് അതോറിറ്റി ടാക്സ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുക. ഫസ്റ്റത്തെ റിട്ടേൺ ഫയൽ ചെയ്യുക, ഇൻകം ടാക്സിൻ്റെ ഫയലിംഗ് ദ റിട്ടേൺ, ടോട്ടൽ ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കണം. ദെൻ അതിന് എത്ര രൂപ ടാക്സ് അടയ്ക്കണമെന്ന് കണ്ടുപിടിക്കുക. അതിൻ്റെ ബേസിൽ ഓർഡേഴ്സോ അല്ലെങ്കിൽ നോട്ടീസോ ഡിമാൻഡ് നോട്ടീസോ ഇഷ്യൂ ചെയ്യുക. അടുത്ത ടോപ്പിക്കാണ് ഇൻകം ടാക്സ് റിട്ടേൺ. നമ്മൾ ആദ്യം പറഞ്ഞുള്ള റിട്ടേൺ ഫയൽ ചെയ്യാന്ന്. അപ്പോൾ എന്താണ് റിട്ടേൺ? Return means the statement in which the assessee discloses the details of his income during the previous year. പ്രീവിയസ് ഇയറിൽ അവർക്ക് എത്രത്തോളം ഇൻകം ഉണ്ടെന്ന് ഡിസ്ക്ലോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്താ പറയുക? റിട്ടേൺ എന്ന് പറയാം. ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പരസ്യത്തിലൊക്കെ ഇടയ്ക്ക് കാണാറില്ലേ? ആ റിട്ടേൺ പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. പ്രധാനമായിട്ട് 6 തരം റിട്ടേൺ ആണുള്ളത്. വോളണ്ടറി റിട്ടേൺ, ബിലേറ്റഡ്, റിവൈസ്ഡ് റിട്ടേൺ ഓഫ് ഇൻകം, റിട്ടേൺ ഓഫ് ലോസ്, കമ്പൽസറി റിട്ടേൺ ആൻഡ് ഡിഫക്റ്റീവ് റിട്ടേൺ. ഇതിൽ വോളണ്ടറി റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കറിയാം എനിക്ക് ഇത്ര രൂപ വരുമാനമുണ്ട്, അത് ടാക്സബിൾ ലിമിറ്റിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ ഞാൻ എൻ്റെ സ്വമേധയാ റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? വോളണ്ടറി റിട്ടേൺ എന്ന് പറയുക. അപ്പോൾ ഈ വോളണ്ടറി റിട്ടേൺ നമ്മൾ കൊടുക്കുന്നത് ഡ്യൂ ഡേറ്റിന് മുമ്പായിരിക്കണം. ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് അതോറിറ്റി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് റിട്ടേൺ തരേണ്ടതെന്നുള്ളത്. ആ ഡേറ്റിന് മുമ്പ് വേണം എന്ത് ചെയ്യാനായിട്ട്? വോളണ്ടറി റിട്ടേൺ കൊടുക്കാനായിട്ട്. അപ്പോൾ വോളണ്ടറി റിട്ടേൺ ഈസ് ഫയൽഡ് ബൈ എവറി പേഴ്സൺ ഹൂസ് ടോട്ടൽ ഇൻകം എക്സീഡ്സ് ടാക്സബിൾ ലിമിറ്റിനേക്കാൾ കൂടുതൽ ഇൻകമുള്ള എല്ലാവരും വോളണ്ടറി റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് ഉണ്ട്. ഈ ഡ്യൂ ഡേറ്റ് എന്നുള്ളത് കമ്പനിയുടെ കേസിൽ വരുന്നത് 30th സെപ്റ്റംബർ ആണ് കമ്പനിയുടെ കേസിൽ വരിക. സെപ്റ്റംബർ 30 ഉള്ളിൽ എന്ത് ചെയ്യണം? ഈ വോളണ്ടറി റിട്ടേൺ കൊടുത്തിരിക്കണം. ഇൻ കേസ് എന്ത് ചെയ്യും? ചിലപ്പോൾ ടാക്സ് അതോറിറ്റി അത് നീട്ടി കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വിച്ച് ഓവർ ഇസ് ഏർലിയർ, ഏതാണോ വരുന്നത് അങ്ങനെ കൊടുക്കുക. ദെൻ ഹോഴ്സ് റേസ് ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ 30th നവംബറിനുള്ളിൽ എന്ത് ചെയ്യണം? റിട്ടേൺ കൊടുത്തിരിക്കണം. അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യണം? 31st ജൂലൈയിലേക്കുള്ളിലാണ് റിട്ടേൺ കൊടുത്തിരിക്കേണ്ടത്. അപ്പോൾ കമ്പനി ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുക? 30th സെപ്റ്റംബറിലേക്കുള്ളിൽ കൊടുക്കുക. മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസ് ആണെങ്കിൽ 30th നവംബറിലേക്കുള്ളിൽ കൊടുക്കുക. അതർ കേസസ് ആണെങ്കിൽ 31st ജൂലൈയിലേക്ക് ഉള്ളിൽ കൊടുക്കുക. ഇതാണ് നമ്മൾ വോളണ്ടറി റിട്ടേണിൽ മെയിനായിട്ട് പഠിക്കുക. ഈ അതർ കേസസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരും? ചാരിറ്റബിൾ ട്രസ്റ്റ്, പൊളിറ്റിക്കൽ പാർട്ടി, പിന്നെ ഏതെങ്കിലും റിസർച്ച് അസോസിയേഷൻ, ന്യൂസ് ഏജൻസി, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരില്ലേ. അപ്പോൾ ഓരോ കാറ്റഗറി പറഞ്ഞാൽ തിരിച്ചിട്ടില്ല. ഓരോ തരത്തിൽ വരുന്ന ആൾക്കാരും നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ 31st ജൂലൈക്കുള്ളിൽ കൊടുത്തിരിക്കണം. നെക്സ്റ്റ് ബിലേറ്റഡ് റിട്ടേൺ.
അപ്പോൾ ഈ ഡ്യൂ ഡേറ്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്. ഡ്യൂ ഡേറ്റിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്യാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അസസ്മെൻറ്റ് അവസാനിക്കുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും റിട്ടേൺ കൊടുക്കാം. ഇങ്ങനെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് വൈകി കൊടുക്കുന്ന റിട്ടേണിനെയാണ് നമ്മൾ എന്ത് പറയുക, ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുക. ആഫ്റ്റർ ഡ്യൂ ഡേറ്റ് നമ്മൾ കൊടുക്കുന്ന റിട്ടേണിനെയാണ്, അതായത് വൈകി കൊടുക്കുന്ന റിട്ടേണിന്, നേരെ വൈകി കൊടുക്കുന്ന റിട്ടേണിനെയാണ് നമ്മൾ ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുക. ഇതിന് വേറെ ഓൾറെഡി പറയുന്ന പേരാണ് ഡിലേയ്ഡ് റിട്ടേൺ എന്നും കൂടി പറയാറുണ്ട്. ബിലേറ്റഡ് റിട്ടേൺ ഓർ ഡിലേയ്ഡ് റിട്ടേൺ. അടുത്തതാണ് റിവൈസ്ഡ് റിട്ടേൺ. ഇപ്പം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തു, ആ റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ ഏതെങ്കിലും ഒരു ഇൻകം എഴുതാൻ വിട്ടുപോയി, അല്ലെങ്കിൽ എഴുതിയത് തെറ്റായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളത് ആ അസസ്മെൻറ്റ് ഇയർ അവസാനിക്കുന്നതിന് മുമ്പ് കണ്ടുപിടിച്ചു അല്ലേ, മാർച്ചിന് മുമ്പ് നമ്മളത് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ വിട്ടുപോയതോ അല്ലെങ്കിൽ തെറ്റായിട്ട് കൊടുത്തോ ഇൻഫോർമേഷനൊക്കെ മാറ്റിയിട്ട് പുതിയ റിട്ടേൺ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് പറയുന്ന പേരാണ് റിവൈസ്ഡ് റിട്ടേൺ. അപ്പോൾ റിവൈസ്ഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇഫ് എനി ഇൻകം ഒമിറ്റഡ് ടു എൻ്റർ ഓർ റോങ്ലി എൻ്റർ, റോങ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ ഒമിറ്റ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, പുതിയ റിട്ടേൺ കൊടുക്കാനായിട്ട് പറ്റും. ആ റിട്ടേണിന് നമ്മൾ റിവൈസ്ഡ് റിട്ടേൺ എന്നാണ് പറയുന്നത്. ദെൻ റിട്ടേൺ ഓഫ് ലോസ്. നമ്മൾ ഇത്രയും പറഞ്ഞു, നമ്മുടെ ഇൻകത്തിനാണ് നമ്മൾ റിട്ടേൺ കൊടുക്കണേന്ന് പറഞ്ഞു. ഇൻ കേസ് നമുക്ക് ആ വർഷം ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ലോസ് ആണെങ്കിലും റിട്ടേൺ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ലോസിന് റിട്ടേൺ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് പഠിച്ചിരുന്നു ഇല്ലേ. ഇങ്ങനത്തെ ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫിൻ്റെ ഓപ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, റിട്ടേൺ ഓഫ് ലോസ് നമ്മൾ ഫയൽ ചെയ്യണം. അതായത് അവിടെ ഒരു പ്രൂഫ് ഉണ്ടെങ്കിലേ ആ പ്രൂഫിൻ്റെ ബലത്തിൽ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് റിട്ടേൺ ഓഫ് ലോസ്. ദെൻ ഡിഫക്റ്റീവ് റിട്ടേൺ. ഡിഫക്റ്റീവ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ ഫയൽ ചെയ്ത റിട്ടേണിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു, അസസിങ് അതോറിറ്റി. അപ്പോൾ അസസിങ് അതോറിറ്റി അവരോട് പറയും വിത്തിൻ 15 ഡേയ്സ് അല്ലെങ്കിൽ ഒരു പീരീഡ് പറഞ്ഞിട്ട് പറയും. ആ പീരീഡിനുള്ളിൽ നിങ്ങൾ 15 ഡേയ്സ് ആണ് സാധാരണ നോട്ടീസ് പീരീഡ്, നിങ്ങൾ പുതിയ റിട്ടേൺ സബ്മിറ്റ് ചെയ്യും എന്ന് പറയും. അങ്ങനെ അസസിങ് അതോറിറ്റി പറഞ്ഞിട്ട് അസസ്സി തെറ്റുകളൊക്കെ മാറ്റി സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡിഫക്റ്റീവ് റിട്ടേൺ. നമ്മുടെ ബിലേറ്റഡും ഡിഫക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം, റിവൈസ്ഡും ഡിഫക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം, റിവൈസ്ഡിൽ നമ്മൾ തന്നെയാണ്, അസസ്സി തന്നെയാണ് കണ്ടുപിടിക്കുക മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്തിരുന്നു എന്നുള്ളത്. ഡിഫക്റ്റീവിൽ എങ്ങനെ കണ്ടുപിടിക്കുക, അസസ്സിങ് അതോറിറ്റിയാണ് കണ്ടുപിടിക്കുന്നത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. പിന്നെ കൂടെ തന്നെ ഒരു കമ്പൾസറി റിട്ടേൺ ഉണ്ട് കേട്ടോ. കമ്പൾസറി റിട്ടേൺ എന്ന് പറഞ്ഞാൽ റിട്ടേൺ എന്തായാലും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഫയൽ ചെയ്തിരിക്കണം. അത് വിത്തിൻ ടൈം പീരീഡിനുള്ളിൽ ഫയൽ ചെയ്തിരിക്കണം. അതിനെയാണ് നമ്മൾ കമ്പൾസറി റിട്ടേൺ എന്ന് പറയാം. ഇനി ആരൊക്കെയാണ് റിട്ടേണിൽ സൈൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വെരിഫൈ ചെയ്യേണ്ടത്, ടാക്സ് അതോറിറ്റിയിലേക്ക് കൊടുക്കുന്നതാണ്. നമ്മുടെ ഒരു പ്രൂഫാണത്. ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം ബാങ്ക് പാൻ കാർഡുമായി റിലേറ്റ് ചെയ്യുന്നത്, പാൻ കാർഡ് അറിയാമല്ലോ, മിക്കവരുടെയിൽ ഉണ്ടാകും. എന്താ പാൻ കാർഡ്, ഇൻകം ടാക്സ് അതോറിറ്റി തരുന്ന ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. ഇപ്പോൾ ബാങ്ക് പാൻ കാർഡുമായി ബന്ധിപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഇൻകത്തിൻ്റെ സോഴ്സ് അങ്ങോട്ടേക്ക് പോകും. ഇപ്പോൾ ആധാറുമായിട്ട് റിലേറ്റ് ചെയ്ത ഓൾ ഇന്ത്യ നമ്മളുടെ ഇൻഫോർമേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരം ഇൻഫോർമേഷൻ അവൈലബിൾ ആകുമ്പോൾ ഒരാൾക്ക് എന്തൊക്കെ ഇൻകം ഉണ്ടാവണമെന്നൊക്കെ പെട്ടെന്ന് തന്നെ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആരാണ് നമ്മൾ ഈ കൊടുക്കുന്ന റിട്ടേൺ സൈൻ ചെയ്യേണ്ടത്, ആ സൈൻ ചെയ്യുന്ന ആൾക്കാർക്കും അതിനകത്ത് പൂർണ്ണ ഉത്തരവാദിത്വം. ഒരു ഇൻഡിവിജ്വലാണ് റിട്ടേൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലാണ് സൈൻ ചെയ്യണം. HUF ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കർത്ത, അത് മാനേജിങ് ഡയറക്ടറിലെ കർത്തയാണ് സൈൻ ചെയ്യേണ്ടത്. കമ്പനി ആണെങ്കിൽ മാനേജിങ് ഡയറക്ടർ ചെയ്യണം, ഫേം ആണെങ്കിൽ മാനേജിങ് പാർട്ട്ണർ ചെയ്യണം. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് റിട്ടേൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് CEO കൊടുക്കുക. ലോക്കൽ അതോറിറ്റി ആണെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പൽ ഓഫീസർ കൊടുക്കുക. ഏതെങ്കിലും അസോസിയേഷൻ ആണെങ്കിൽ എനി മെമ്പർ, ആ അസോസിയേഷനിൽ ഏതൊരു മെമ്പറിന് വേണമെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് സൈനിങ് ഓഫ് റിട്ടേണിൽ നോക്കാനുള്ളത്. ഇനി റിട്ടേൺ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ റിട്ടേൺ കൊടുക്കുന്നത് ഇലക്ട്രോണിക്കലി ആണ്. അതായത് നമ്മൾ ഇലക്ട്രോണിക് ഒരു ഫോർമാറ്റ് ഉണ്ട്, അതിൽ ഫില്ല് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഈ സൈൻ ഇടണമെന്ന് പറഞ്ഞില്ലേ, ആ സൈൻ ഡിജിറ്റൽ സിഗ്നേച്ചറാണ്. അത് ഡിജിറ്റലൈസ് ചെയ്ത് നമുക്ക് വാങ്ങാൻ പറ്റും. നമ്മുടെ പാസ്വേഡൊക്കെ അടിച്ചു കൊടുത്താൽ അവിടെ എവിടെയാണോ സൈൻ വേണ്ടത് അവിടെ വരും. അല്ലാതെ നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന പോലെയല്ല, ഡിജിറ്റലൈസ് ചെയ്ത സിഗ്നേച്ചർ ഉണ്ട്.
അത് ആ കമ്പനിയിലേക്ക് നമ്മുടെ സൈൻ അയച്ചു കൊടുത്താൽ നമുക്കതൊരു ലോക്കറിലാക്കി തരണ പോലെ തന്നെ അവർ തരും. അപ്പോൾ അങ്ങനെ ഡിജിറ്റൽ സിഗ്നേച്ചർ ആയിരിക്കണം. ഒന്നില്ലെങ്കിൽ നമുക്കൊരു ത്രൂ ഏജൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റീഡബിൾ മീഡിയ ത്രൂ കമ്പ്യൂട്ടർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടാക്സ് റിട്ടേൺ പ്രിപ്പയറിൻ്റെ ഹെൽപ്പോട് കൂടി ചെയ്യാം. ടാക്സ് റിട്ടേൺ പ്രിപ്പയർ നമുക്ക് പഠിക്കാനുണ്ട്, എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി. ഇപ്പം നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു TRP ഇതിൽ പ്രാക്ടീസിന് വേണമെങ്കിൽ പോകാം. അപ്പോൾ ഒരു നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അയാൾക്ക്, അതായത് CA അല്ല, CAനേക്കാളും താഴെയുള്ള ആളാണ് ടാക്സ് പ്രാക്ടീഷണർ എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം, ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി റിട്ടേൺ കറക്റ്റ് ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാ മാസവും 1% എത്ര രൂപയാണോ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത് അതിൻ്റെ 1% വെച്ച് എല്ലാ മാസവും എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. അതെന്നാ വരെയാ, എന്നാണോ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ജഡ്ജ്മെൻ്റൊക്കെ വരുന്ന അതിൻ്റെ ലാസ്റ്റ് കംപ്ലീഷൻ എന്നാണോ വരുന്നത് അത്രയും ദിവസത്തെ ഫയൽ കൊടുക്കും. ഇപ്പോൾ നമ്മളൊരു കേസിൽ പോയി ഇൻകം ടാക്സ് അതോറിറ്റി ആയിട്ട് അവർ ചെക്ക് ചെയ്യും എന്നാണോ അവരുടെ ഇൻകം റിട്ടേൺ തന്നത്, എന്നാണോ റിട്ടേൺ തരാത്തത്, എന്നാണോ ഇൻകം ഉണ്ടായത്, എന്നാണോ റിട്ടേൺ തരാത്തതെന്നൊക്കെ നോക്കിയിട്ട് ആ ഡേറ്റ് വെച്ചിട്ട് അതിൻ്റെ കംപ്ലീഷൻ ആവുന്ന സമയം വരെ 1% ഇൻട്രസ്റ്റിൽ എന്ത് ചെയ്യണം, എവറി മന്ത് ഓർ പാർട്ട് ഓഫ് മന്ത് എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. ഇനി ഫോംസ്, പലതരം ഫോമുകളുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലുള്ള ഫോംസിൽ വേണം റിട്ടേൺ കൊടുക്കാൻ. ഇൻഡിവിജ്വൽ ആണെങ്കിൽ ITR-1 എന്നുള്ള ഫോമാണ് ഉപയോഗിക്കുക. പിന്നെ ഈ ITR-1 ഉപയോഗിക്കാത്ത ഇൻഡിവിജ്വലും HUFും ITR-2 ഉപയോഗിക്കണം. ITR-3 എന്ന് പറഞ്ഞാൽ ബിസിനസ്സും പ്രൊഫഷനുള്ള ആൾക്കാർ ഉപയോഗിക്കാനാണ്. ITR-4 എന്ന് പറഞ്ഞാൽ അതിന് എലിജിബിൾ ആയിട്ടുള്ളത് ഫേമും HUF ഇൻഡിവിജ്വലും അതുമായി ബന്ധപ്പെട്ട കുറേ ബിസിനസ്സുകളുണ്ട്, അതിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ITR-5 കമ്പനി, പേഴ്സൺ അതർ ദാൻ ഇൻഡിവിജ്വൽ, HUF ആൻഡ് കമ്പനിയാണ് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് നമ്മൾ നോക്കിയത്. ഇതൊരു essay ആണ്, ഈ റിട്ടേൺ ടൈപ്സ് ഓഫ് റിട്ടേൺ. ഇത് മിസ് PDF അയച്ചു തരാം കേട്ടോ.